ഹലോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ പറയാൻ പോകുന്നത് P2P കുറിച്ചാണ്, അതല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള, അപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന INR കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ബാങ്കും ക്രിപ്റ്റോ എക്സ്ചേഞ്ചും ഒരു ടേംസിലല്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിരിക്കുന്ന INR നമുക്ക് ഈ എക്സ്ചേഞ്ചിൽ കുറേ സെല്ലേഴ്സും ബയേഴ്സും ഉണ്ടാകും. അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കും. നമ്മുടെ അയക്കുന്ന INR അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ഒരു കോയിൻ തരും, അതായത് ഒരു സ്റ്റേബിൾ കോയിൻ, USDT എന്ന് പറയും. അതായത് ഒരു USD എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഡോളേഴ്സിൽ ഒരു ഡോളറിൻ്റെ വാല്യൂ ആണ്. അതായത് ഈ USDT കൊണ്ടായിരിക്കും നമ്മൾ ഓരോ കോയിൻസ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അതായത് USDT BTC, USDT സോള്, USD ETH. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഉത്സവത്തിന് മുമ്പ് സൈഡിലോട്ട് കുറേ കട കാണത്തില്ലേ, നമ്മൾ കാശ് കൊടുത്തിട്ട് കുറേ റിങ്സ് മേടിച്ചിട്ട് എറിയണത്. അതേ സംഭവം. ആ റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ USDT, എന്നിട്ട് ആ എറിഞ്ഞ് വീഴ്ത്താണ് നമ്മുടെ ആ BTC ട്രേഡ് ചെയ്യണത്. ഇത് ഓർത്താൽ മതി. റിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ USDT, എറിഞ്ഞ് വീഴ്ത്തുന്നത് നമ്മുടെ ട്രേഡ് ചെയ്യണ സംഭവങ്ങൾ. ഓക്കെ. ഇത്ര ഉള്ളൂ P2P എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് കാശ് കൊടുക്കുക, റിങ് മേടിക്കുക, എറിഞ്ഞെടുക്കുക. അതായത് കാശ് കൊടുത്ത് USDT വാങ്ങിക്കുക, ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. സോ സിമ്പിൾ. അപ്പോൾ ഒന്നും കൂടി പറയുമ്പോൾ USDT എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേബിൾ കോയിനാണ്. അതായത് USDT ഈക്വൽ ടു 1 USDT അമേരിക്കൻ ഡോളേഴ്സ്. പിന്നെ നമ്മൾ P2P എന്ന് പറയുമ്പോൾ ഈ ബാങ്കായിട്ട് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് നടക്കാത്ത കാരണമാണ് നമ്മൾ ഒരു സെല്ലറിന് നമ്മുടെ പൈസ അയച്ചിട്ട് അയാൾ നമുക്ക് USDT റിലീസ് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. എക്സ്ചേഞ്ചിൽ കൂടി, ഇത് ഫോണിൽ കൂടി ചെയ്യാനൊക്കെ ഇച്ചിരി കൂടി എളുപ്പം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ചിൽ പോയിട്ട് ഡെപ്പോസിറ്റ് വേണ്ട ആ ബട്ടൺ നിൽക്കുക. എന്നിട്ട് P2P ട്രേഡിംഗ് ഉണ്ടാകും, അവിടെ നോക്കിയിട്ട് ഇവിടെ ബൈയും ഉണ്ട് സെല്ലും ഉണ്ട്. ബൈ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ INR അത് USDT ആക്കി നമുക്ക് തിരിച്ചു തരും. സെല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന USDT അത് നമുക്ക് തിരിച്ച് INR ആക്കിയിട്ട് നമ്മുടെ ബാങ്കിലേക്ക് ഇട്ടുതരും. സിമ്പിൾ. ബൈ പോയിട്ട് നമുക്ക് എമൗണ്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 230 രൂപയാണ് ഇപ്പം കൊടുക്കാൻ പോണത്. എനിക്ക് അത്രയും USDT മതി. എന്നിട്ട് പേയ്മെൻറ്റ് കണ്ട, ഈ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കണ്ട, ഈ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ UPI എടുക്കുക. കാര്യം പറഞ്ഞാൽ ഗൂഗിൾ പേ ആയിരിക്കുമല്ലോ മിക്കവരും യൂസ് ചെയ്യണത്. UPI കൊടുത്താൽ മതി. GPay ഉണ്ട്, FonePay ഉണ്ട്, Paytm ഉണ്ട്. ഞാൻ UPI കൊടുത്തിരിക്കണത്. കൺഫേം അടിച്ചിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം സ്കേരി വേൾഡ്, ഈ പുള്ളിക്കാരൻ്റെ വർക്കായില്ലായിരുന്നു. അപ്പം വേറെ ആൾക്കാരെ നോക്കാം. സ്കേരി വേൾഡ് എടുക്കാം, UPI ബൈ. ഇവിടെ നമ്മൾ 230 അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് റിസീവ് ആവുന്നത് $2.3 ആയിരിക്കും, 2.34. എന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ടാ, അവിടെ നോക്കിയിട്ട് UPI അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്തൊക്കെയാണ്, എന്താ ഓരോ കാര്യമൊക്കെ ഉണ്ടോ. ഒരു ഫോട്ടോ റെക്കോർഡ്, ഇതിപ്പോൾ ടിക്ക് കൊടുത്തിട്ട് ബൈ യൂസ് നിൽക്കുക. എന്നിട്ട് ഇവിടെ ചാറ്റ് കണ്ട, ആ ചാറ്റ് പിടിച്ച് നിൽക്കുക. പിന്നെ ഒരു കാര്യം, ഇങ്ങനത്തെ ഇങ്ങനെ ഉണ്ട എക്സ്ട്രാ KYC റെക്കോർഡ്, ഫോട്ടോ ആയി റെക്കോർഡ്, ഈ റെയിൽ കോണ്ടാക്ട് നമ്പർ, മോസ്റ്റ് ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ക്യാൻസൽ ഓട്ടോ കൊടുത്താൽ മതി. ഇങ്ങനത്തെ വന്ന ആൾക്കാരെ നമ്മൾ മേടിക്കണ്ട. ജസ്റ്റ് എന്തിന് വെറുതെ എന്തിനാ, ഇതൊന്നും ആവശ്യമില്ല, ഇതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മൾ കൊടുക്കേണ്ടത്. I don't want to trade, എന്നിട്ട് സബ്മിറ്റ് അടിക്കുക. അത്രേ ഉള്ളൂ. വേറെ ആൾക്കാരെ നോക്കാം. പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ അവിടെ, അയാൾ മാത്രമല്ല. ഈ കോയിൻ റഷ് ഉണ്ടാകും, നമുക്ക് ഈ പുള്ളിക്കാരെ നോക്കാം. ബൈ 230. എന്നിട്ട് ഇവിടെ ഇയാൾക്ക് എന്തോ ഉണ്ടായി, ഈ ഇയാളൊന്നും പറയില്ല. ഷെയർ ഫോൺ നമ്പർ ആൻഡ് വാലിഡേറ്റ് പ്രൂഫ് ഫോർ വെരിഫിക്കേഷൻ മേക്കിംഗ് ദ പേയ്മെൻറ്റ് ടേംസ്. ഈ ടേംസ് ഒക്കെ വായിച്ചു നോക്കാം കേട്ടോ. ഇവർ ചിലപ്പോൾ നമ്മുടെ ആധാർ കാർഡും അതൊക്കെ നോക്കും. ഇങ്ങനെ അവന്മാരുടെ നമ്മൾ മേടിക്കാണ്ടിരിക്കണം നല്ലത്. ഇത് വേണ്ട. എന്തിനാണ് നമ്മൾ ആധാർ കാർഡ് കൊടുക്കണം പറയില്ല, നമ്മൾ വേറെ ആൾക്കാരെ പോയി നോക്കും. അനുകൂലം നോക്കട്ടെ പുള്ളിക്കാരുണ്ടാകുന്നു. ഈ പുള്ളിക്കൻ്റെ ടേംസ് ഉണ്ടാ, ഇതൊക്കെയാണ് ജസ്റ്റ് നല്ല ടേംസ്. അതായത് എക്സ്ട്രാ KYC റിക്കവർ അല്ല, ഫോട്ടോ എടുക്കത്തില്ല, ഇങ്ങനത്തെ ആൾക്കാരെ മേടിച്ചാൽ മതി. നമുക്ക് നോക്കാം. പുള്ളിക്കാരുണ്ടാകും 230. എത്ര 2.3 UPI ബൈ USDT. ചാറ്റ് ചെയ്ത് നോക്കാം.
ജസ്റ്റ് മെസ്സേജ് നോക്കാം. നോക്കിയിട്ട് അയാൾ വരും. അയാൾ മെസ്സേജ് അയക്കുമെന്ന് നോക്കാം നമുക്ക്. ആ മെസ്സേജ് അയച്ചിട്ടില്ലേ, പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പേ കണ്ട, പേ പിടിച്ച് നിൽക്കുക. ഇവിടെ അയാളെ യു പി എഴുതി കാണിക്കും. ഇതിപ്പോൾ ഒന്നും കാണിക്കല്ല, ജസ്റ്റ് ബ്ലർ ആക്കണതാണ്. UPI ID, KYC നെയിം, എമൗണ്ട്, QR കോഡ് എല്ലാം കാണിക്കും. അപ്പോൾ ജസ്റ്റ് ചാറ്റ് ചെയ്തിട്ട് ഹലോ ബ്രോ ആർ യു ദേർ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇയാൾ മെസ്സേജ് അയക്കാം. ഇയാൾ മെസ്സേജ് അയച്ചിട്ട് നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് മാത്രം നമ്മൾ ഇയാളുടെ UPI IDക്ക് പൈസ സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് മാത്രമേ ഈ ഐ ഹാവ് പെയ്ഡ് നിൽക്കാൻ പാടില്ല. ഇപ്പോൾ ജസ്റ്റ് പറ്റിക്കാൻ നോക്കിയാൽ നമ്മുടെ അക്കൗണ്ട് ഫ്രോസ് ആയിപ്പോവും. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അക്കൗണ്ട് എന്തോ ബാനല്ല ആയിപ്പോവും, കള്ളത്തരം പറഞ്ഞ്. അതുകൊണ്ട് പൈസ കൊടുത്തിട്ട് ഈ ഐ ഹാവ് പെയ്ഡ് നിൽക്കുമ്പോൾ നമ്മളൊരു സ്ക്രീൻഷോട്ട് കൊടുക്കണം. നമ്മുടെ ഗൂഗിൾ പേ എന്ന് കൊടുത്ത് സ്ക്രീൻഷോട്ട് കൊടുക്കണം. അത് കൊടുത്താലേ ഒരു റിലീസ് ആക്കത്തുള്ളൂ. ഓക്കെ. പുള്ളിക്കാരൻ നമുക്ക് മെസ്സേജ് അയച്ച് കണ്ട പേ ഫാസ്റ്റ് ബ്രോ എന്നും പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത്, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. ജസ്റ്റ് പോയിട്ട് ജസ്റ്റ് കൊടുക്കുക, എന്നിട്ട് കൺഫേം അടിക്കുക. ഇപ്പം ഇങ്ങനെ വരും, വെയിറ്റിംഗ് ഫോർ സെല്ലേഴ്സ് ടു റിലീസ് എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ചാറ്റ് ചെയ്യുക. ജസ്റ്റ് പറയുക ഐ പെയ്ഡ് എന്നും പറഞ്ഞിട്ട്, ഐ പെയ്ഡ് ബ്രോ. കണ്ടോ. പിന്നെ ഒരിക്കലും ക്യാൻസൽ ഓർഡർ നിൽക്കില്ല കേട്ടോ. ഈ ക്യാൻസൽ ഓർഡർ നിൽക്കിയാൽ പിന്നെ നമ്മൾ പൈസ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. ക്യാൻസൽ ഓർഡർ ചെയ്താൽ നമ്മുടെ പൈസയും പോയി, ഇവിടെ നമുക്ക് പൈസ തരത്തുമില്ല. അപ്പോൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക, നമ്മുടെ പേയ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക, റിലീസ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. കണ്ട റിലീസാക്കി 2.3471 USDT ഡെപ്പോസിറ്റ് വാലറ്റിൻ്റെ കംപ്ലീറ്റ് നോക്കുക. ഇവിടെ ഓർഡർ ഹിസ്റ്ററി കണ്ട, ഇവിടെ നമുക്ക് ഹിസ്റ്ററി ഓർഡർ നോക്കിയാൽ ഇവിടെ ഹിസ്റ്ററി കണ്ടാവും. ഓപ്പൺ ഓർഡേഴ്സ് വല്ല ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കും. എൻ്റെ എന്ന് വെച്ചാൽ തീർന്ന ഓർഡർ ഇവിടെ കാണിക്കും. ഇപ്പോൾ നമ്മുടെ USDT ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, 3.59 USDT. അപ്പോൾ നമുക്ക് വാലറ്റിൽ പോവാം. വാലറ്റിൽ പോയിട്ട് ഇത് സ്പോട്ട് കണ്ട, ഓവർവ്യൂ, സ്പോട്ട്, ഡെക്സ്, ഫ്യൂച്ചർ, ഫിയാറ്റ്. ഈ ഫിയാറ്റിലേക്ക് വന്ന് കിടക്കണത് ഈ പൈസ 2.34. ഇത് നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ആയിട്ട് ഇത് കണ്ട ഈ ബട്ടൺ നോക്കിയാൽ ഫിയാറ്റ് സ്പോട്ട് വരും. എന്ന് വെച്ചാൽ ഫിയാറ്റിൽ നിന്ന് സ്പോട്ടിലേക്ക് മാറ്റാൻ പറ്റും. ഫിയാറ്റ് എന്ന് വെച്ചാൽ ഒരു പേഴ്സാന്ന് ഓർത്തോ, സ്പോട്ട് എന്ന് വെച്ചാൽ വേറെ പേഴ്സ്. ഈ ഫിയാറ്റ് എന്ന പേഴ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്പോട്ടിലെ പേഴ്സിലേക്ക് മാറ്റണം. ഓൾ നോക്കിയിട്ട് ജസ്റ്റ് ട്രാൻസ്ഫർ ഇട്ടതേ ഇൻറ്റർമാർക്ക് അടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ട്രേഡിംഗ് അല്ല ചെയ്യണം. അപ്പം നമ്മൾ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ അടിക്കാം. അതായത് സ്പോട്ടിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക്, അതായത് സ്പോട്ട് എന്ന പേഴ്സിൽ നിന്ന് മാറ്റി ഫ്യൂച്ചറിലേക്ക്, അതായത് നമ്മൾ ട്രേഡ് ചെയ്യണത്. സ്പോട്ട് ട്രേഡിങ്ങും ഫ്യൂച്ചർ ട്രേഡിങ് ഞാൻ പിന്നെ പറഞ്ഞുതരാം, അത് വേറെ ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. ഓൾ നിൽക്കുക, ട്രാൻസ്ഫർ അടിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ P2P എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ INR നമുക്കത് USDT കിട്ടണം, അതിനുവേണ്ടി നമ്മൾ P2P ഉപയോഗിക്കുന്നു. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ P2Pയിൽ കുറേ ടൈപ്പ് ആൾക്കാരുണ്ടാവും, അതായത് കുറേ റെഗുലേഷൻ വെക്കണത്. അവിടെ എന്താണ് നമ്മുടെ ആധാർ കാർഡ്, ഫോൺ നമ്പർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ വിടുക, എന്നിട്ട് പുതിയ ആൾക്കാരെ തപ്പിയെടുക്കുക. കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ എക്സ്ചേഞ്ചിൽ നമ്മുടെ ഈ പേഴ്സണൽ ഡീറ്റെയിൽ ആയിട്ട് ആധാർ കാർഡൊന്നും കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അത് ശരിയാവത്തില്ല, അതുകൊണ്ട് കൊടുക്കണ്ട. നിങ്ങൾ വേറെ ആൾക്കാരെ നോക്കിയിട്ട് അവർക്ക് എന്താണ് പറഞ്ഞ പോലെ ചാറ്റ് ചെയ്യുക. ചാറ്റ് ചെയ്ത് റിപ്ലൈ ആയിട്ട് മാത്രം പൈസ അയയ്ക്കുക. എന്നിട്ട് ഐ ഹാവ് പെയ്ഡ് നിൽക്കുക. പിന്നെ ഗൂഗിൾ പേൻ്റെ സ്ക്രീൻഷോട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യാണ്ടിരിക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.